വലിയ ബിസിനസ്സുകാരിയും കൂടെയാണ്. ആണോ? അല്ല, എന്നെ തള്ളാൻ വേണ്ടി അല്ലല്ലോ വന്നത്. അല്ല, പറയുമ്പോ പറഞ്ഞല്ലോ, ഭയങ്കര ബിസിനസ്സുകാരിയാണ്. ഏറ്റവും നല്ല ചിക്കൻ ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ കിട്ടുന്നത് പുള്ളിക്കാരുടെ ഫാമിൽ നിന്നാണ്. കോഴിക്കട കോഴിക്കടയല്ല, കോഴിക്കട കൊണ്ട് നമുക്ക് അതിന്റെ ഹോൾസെയിൽ പരിപാടിയാണ് ചെയ്യേണ്ടത്. ഇതായിട്ട് പറയും കോഴിയാക്കി. ഒരു കാലത്ത് മമ്മൂക്ക കഴിച്ചിരുന്ന സ്പ്രിംഗ് ചിക്കൻ മുഴുവൻ ഇവര് കൊടുത്തിരുന്നു എന്നാണ്. എന്ന് നമ്മളോട് എപ്പോഴും നമ്മളോട് പറയും, നിങ്ങളൊരു കോഴിയെ കൊണ്ടുവന്ന ഇതിങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പൊ നിങ്ങൾ ഫോട്ടോ നമ്മളൊരു ചങ്ങനാശ്ശേരി പോകുമ്പോഴേ കോഴിയെ പിടിച്ച് നിൽപ്പുണ്ടാവും. അതെ, ഞാനേ ഒരു അല്ല മിഥു, ഞാനൊരു പോസ്റ്റർ വെച്ചോട്ടെ കടയ്ക്ക്. മിഥുൻ ഇങ്ങനെ കോഴിയും കൊണ്ടിരിക്കുന്നത്. മിഥുന്റെ തല മാത്രം വെച്ച ഈ ഫോട്ടോ വെച്ചിട്ട് കടാന്ന് എഴുതിയാ മതി. ഇതിപ്പോ നിങ്ങൾ ശരശയ്യയിലാവുന്ന മട്ടാ കാണുന്നത്. ഇവരെ വിട്ടാ മതി. റൗണ്ട് 2. റൗണ്ട് 2 ഡ്യുവൽ ട്രയൽ. രണ്ടിലൊന്നറിയാം. വളരെ സിമ്പിൾ ആണ്. രണ്ടുപേർക്കും ഓരോ ചോദ്യങ്ങൾ. ആ ചോദ്യം പാസ്സാവില്ല. ആ ചോദ്യം നിങ്ങൾ ആരെങ്കിലും ഉത്തരം തന്നിട്ടില്ലെങ്കിൽ ആകെ അത് പോകുന്നത് നമ്മുടെ ഓഡിയൻസിലേക്കായിരിക്കും. ഓക്കെ? അപ്പോ ഓഡിയൻസിന് അത് ഉത്തരം തന്ന് ഇതേപോലെ തന്നെ അകത്ത് 45 സെക്കൻഡ്സ് ടൈം, 45 സെക്കൻഡ് സമയം ഒരു ടാസ്ക് ചെയ്യാനും, ടാസ്ക് കഴിഞ്ഞ് ഈ 45 സെക്കൻഡിനുള്ളിൽ അവിടെ ഇരിക്കുന്ന പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ റെഡ് റിബൺ കിട്ടിയിട്ടുള്ള എന്ത് സാധനം എടുത്തോണ്ടിരാ. ജയിച്ചാലേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയില്ലല്ലേ ഉത്തരം കറക്റ്റ്. പ്രതീക്ഷ. അപ്പോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് റെഡ് റിബൺ അല്ലേ? റെഡ് റിബൺ കിട്ടിയിട്ടുള്ള ഇഷ്ടം അത്രയും കയ്യിൽ കൊള്ളാവുന്ന അത്രയും സാധനം എടുത്ത് പുറത്തോണ്ട് വെച്ചിട്ട് പിന്നെ മാറ്റുക. അതിനുള്ള സമയം ഉണ്ടെങ്കിൽ പോകാം. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ കയ്യിൽ പിടിച്ച് വലിയിറങ്ങണം. അതാണ് വേണ്ടത്. അതാണ് ആ വിഷ്വലിന് വേണ്ടിയിട്ടാണ് ഈ കളി. മനസ്സിലായില്ലേ? ആ കാർ റെഡ് റിബണിലാണോ? അല്ല, ഗോൾഡൻ റിബൺ. അത് മഞ്ഞ. എനിക്ക് ഇവിടുന്ന് നിനക്കെല്ലാം മഞ്ഞേ തോന്നുള്ളൂ. ശരി, റെഡിയാണോ? ആദ്യത്തെ ചോദ്യം ആർക്ക് കൊടുക്കണം? ഞാൻ ദാരിദ്ര്യത്തിന്റെ കാലം കഴിഞ്ഞളിയാ, വിലയുള്ള സാധനങ്ങളാ. ശരി, ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു വീഡിയോ ആണ്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തായിരിക്കും ചോദ്യം. കേട്ടോ? ഓഡിയൻസ് നിങ്ങളും ശ്രദ്ധിച്ച് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പോ എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോളണം കേട്ടോ. അങ്ങനെ സൈനാത്താന്റെ പരദൂഷണം പറച്ചിൽ തുടരുകയാണ്. ഇതിനോടകം യൂട്യൂബിന്റെ അംഗീകാരം വരെ നേടി. കേട്ടത് ഇറക്കി വിട്ടതല്ല മനെ, ഞാൻ ഇറങ്ങി പോകുന്നതാ. സൈനാത്ത പരദൂഷണം പറഞ്ഞു തുടങ്ങിയിട്ട് വെറും 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ പരദൂഷണത്തിന്റെ ഉഷാറ് കാരണം 335K ഫോളോവേഴ്സാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ കഥാപാത്രം സ്വന്തമാക്കിയത്. കണ്ടു, മുഴുവൻ കണ്ടു, ശ്രദ്ധിച്ചു കണ്ടോ? എല്ലാം മനസ്സിലുണ്ട്, ഏതാണ്ടൊക്കെ കണ്ടു. അതിനകത്തുള്ള ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നോ? അതിനിടയിൽ വന്നിട്ടുള്ള ചില റെയിൽവേ സ്റ്റേഷനുകൾ ശ്രദ്ധിച്ചു. വളരെ സിമ്പിൾ ആണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. സൈനാത്ത എന്നാണല്ലോ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞത്. പരദൂഷണം പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര മാസമായെന്നാണ് വീഡിയോയിൽ പറയുന്നത്? പറയാം. 3 മാസം. 3 മാസം. 3 മാസം ഞങ്ങളും കേട്ടതാണ്. ഇല്ല, ബിൽഡപ്പ് ഒന്നും വേണ്ട. കറക്റ്റാ. നിങ്ങൾ പറഞ്ഞ ഉത്തരം അയ്യോ, ഒരു ബിൽഡപ്പിനുള്ള സമയം തരില്ലേ? ഇല്ല, എനിക്കിതിന് ഒരു പൈസ ഈ പ്രാവശ്യത്തെ മേടിക്കണ്ട. ചുവന്ന റിബൺ നോക്കി തുടങ്ങി. ഗെയിം കളിക്കണം. അവിടെ പോയി ഗെയിം കളിക്കണം. ഗെയിം കളിച്ചിട്ട് ചുവന്ന റിബൺ. ഇത് ഉത്തരം പറഞ്ഞാൽ മാത്രം പോരാ, പോയി ഗെയിം കളിക്കണം. തെറ്റിച്ചാ നല്ലതാ ഗെയിം കളിക്കണ്ട. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.